ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളെന്നാണ് പറഞ്ഞത്. അവർ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആദ്യത്തെ ദിവസം DYSPയുടെ നേതൃത്വത്തിലായിരുന്നു ഫോറൻസിക്കുകാരും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും അതുപോലെ ഡോഗ് സ്ക്വാഡും വന്നു. അതിൻ്റെ ആ രൂപത്തിനുള്ളിൽ ഗ്രോട്ടയുടെ അകത്ത് ചില്ല് തകർത്ത കല്ലാന്ന് പറഞ്ഞൊരു കല്ല് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ കല്ലല്ല, ചെറിയ കല്ലാണ്. അപ്പം അത് മാത്രമല്ല, വേറെ എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളൊരു സംശയം അവരും പറയുന്നുണ്ട്. അപ്പോൾ അത് അറിയാൻ വേണ്ടി ഈ ചില്ലിൻ്റെ സാമ്പിളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ കൃത്യമായിട്ടൊരു പ്രതിയെ സംശയങ്ങളോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ബംഗാളികളാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം അങ്ങനെ താമസിക്കുന്നിടത്തോട്ട് ഡോഗ് സ്ക്വാഡ് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം അന്നത്തെ ദിവസം കൊണ്ട് തീർന്നു. പിന്നെ പിറ്റേ ദിവസം CI സാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം CCTV ക്യാമറകളൊക്കെ പരിശോധിക്കാൻ ടെക്നീഷ്യന്മാരെയൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ വണ്ടികൾ ഏതാണ് പോയത് എന്നുള്ളത് അന്വേഷിക്കാനൊക്കെ ആയിട്ടാണ്. അപ്പം നിലവിൽ വേറെ ഒന്നും കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം അന്വേഷണത്തിൻ്റെ റിസൾട്ട് പുറത്തുവിടാൻ പറ്റാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് വളരെ വിഷമമുണ്ട്. കാരണം ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രോട്ടോയാണ് അത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും എല്ലാവർക്കും വളരെ സങ്കടമുണ്ടായി. തന്നെയല്ല ഇത് വലിയ ലഹരി ഉപയോഗിച്ചിട്ട് വല്ലതും ചെയ്തതാണ് എങ്കിൽ അതും കൂടുതൽ അപകടമാണ്. കാരണം നമ്മുടെ നാട് ലഹരിയിൽ എന്തുമാത്രം അതിൻ്റെ നീരാളിപ്പിടുത്തത്തിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. എന്തായാലും നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അത് ചെയ്ത വ്യക്തികളെ സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തുക, നിയമ നടപടി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോലീസിനെയും കാത്ത് ഇരിക്കുവാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി. അപ്പം ആ ഒരു ആശങ്കയുണ്ട്. നമ്മൾ ആർക്കെതിരെ പ്രതിഷേധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അല്ല. കാരണം ഇവിടെ മതസൗഹാർദ്ദത്തോടെ തന്നെ വളർന്ന് മുന്നോട്ട് പോകുന്ന ഒരു നാടാണ്. ഇതുപോലുള്ളൊരു കാര്യം ഒരിടത്ത് ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് വളരെ ഒരു ആളുകളാണെങ്കിലും ഇത്രയും പോലീസുകാർ വരുന്നത് ഒന്നും അങ്ങനത്തെ ഒരു വിഷയമേ ഇവിടെ ഉണ്ടാകാത്തത് കൊണ്ട് അവരും വളരെ ബുദ്ധിമുട്ടിൽ ആശങ്കയുണ്ട്. എല്ലാവർക്കും ഒരു പേടി ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ പേടി പരിഹരിക്കുക എന്നുള്ളത്, പേടി ഇല്ലാതാക്കുക, ഭാവിയിലേക്ക് ഒരു സുരക്ഷിതത്വമെങ്കിലും ഉറപ്പാകണമെങ്കിൽ ഇത് ചെയ്ത ആളെ അല്ലെങ്കിൽ ആളുകളെ പിടിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വളരെ വലിയൊരു ആശങ്ക തന്നെ ഉള്ള ഒരു സംഭവമാണ്. അത് തീരണമെങ്കിൽ, ആശങ്ക തീരണമെങ്കിൽ ഇത് പിടിച്ച് കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തേ പറ്റൂ. ഒരു കാരണവശാലും ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ അതിൻ്റെ ആ ഒരു ഊർജ്ജസ്വലതയിൽ നിന്ന് പുറകോട്ട് പോകാനായിട്ട് പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്വേഷണത്തിൻ്റെ റിസൾട്ട് ഒന്നും നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നാടിന് ഇനി ഇങ്ങനത്തെ ഒരു ഗതി നമ്മുടെ കേരളത്തിൽ വരാൻ പാടില്ല, അതാണ് അല്ലേ? ഇനി ഉണ്ടാവല്ലേ. കാരണം ഇത്രയും ഒരു ആശങ്കയില്ലാതെ ജീവിച്ച ജനങ്ങളാണ് ഇവിടുത്തെ. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഇവിടുത്തെ ഹിന്ദുക്കളാണെങ്കിലും എല്ലാവരും വളരെ ഐക്യത്തോടു കൂടി ജീവിച്ച ഒരു സ്ഥലമാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇഷ്ടംപോലെ ഇതിൽ എപ്പോഴും വരുന്നുണ്ട്. ഇനിയിപ്പം അവരെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചവർ പക്ഷേ അവരായിട്ടുള്ള പ്രശ്നങ്ങളാണോ അവർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണോ എന്നുള്ളത് അന്വേഷിച്ചാലേ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പം അത് പോലീസിന് കൃത്യമായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റും. ഊർജ്ജസ്വലമായിട്ട് ഈ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ. ഈ ലഹരി ഉപയോഗിച്ചിട്ട് ചെയ്തതാവാം എന്നുള്ള ഒരു സംശയവും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എന്തുമാത്രം നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളെയും തീർച്ചയായിട്ടും അത് ബാധിക്കും. പുറത്തുനിന്ന് വരുന്ന ലഹരി അത് നമ്മുടെ നാട്ടിലെ ആളുകളും അതിൻ്റെ സ്വാധീനത്തിൽ പെടും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളാണ് അത് ചെയ്തതെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് നടപടി, ലഹരിക്കെതിരെയുള്ള ഒരു നടപടിയും കൂടെ ചെയ്തില്ലെങ്കിൽ അവിടെ കൂടുതൽ ആശങ്ക നമുക്ക് ഉണ്ടാകും. ഭാവിയിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പൊതുവെ നമ്മുടെ എല്ലാ ക്രിസ്ത്യ സഭയോടും ഇപ്പം വളരെ ശക്തിയായിട്ടാണ് ഓരോരുത്തർ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദ്രോഹത്തിന് നമുക്ക് ഇങ്ങനെയുള്ളൊരു ചെറിയ കാര്യങ്ങൾ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നൊരവസ്ഥ ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ അത് വരാൻ പാടില്ല, അല്ലേ? അതെ, അതിൻ്റെ അകത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷയം ഉണ്ടായപ്പോഴത്തേക്കും രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഓടിയെത്തി അവരുടെ ഒരു പ്രശ്നമായിട്ടും ഒക്കെ കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാരണം എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാ ദിവസവും തന്നെ വന്ന് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിക്കുകയും ചിലർ പ്രതിഷേധത്തിലേക്കൊക്കെ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടത് മാധ്യമങ്ങളുടെ ലെവലിൽ നമ്മുടെ ഇവിടുത്തെയുള്ള ചെറിയ ചാനലുകളും
അല്ലെങ്കിൽ ശാലം നമ്മുടേതായിട്ടുള്ള ഈ ഗുഡ്നസ് പോലുള്ള ശാലം പോലുള്ള ഷക്കീന പോലുള്ള ചാനലുകൾ ഇതിൻ്റെ അകത്തൊക്കെ വന്നിട്ടുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ ഇടപെടൽ കൊണ്ട് പത്രത്തിൽ എല്ലാ പത്രത്തിലും തന്നെ അതിൻ്റെ കാര്യങ്ങളും ആശങ്കകളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ചാനലുകളിൽ ഇതൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം അതാണ് എല്ലാവരുടെയും ആശങ്ക. അത് നമ്മൾ അതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കാര്യമില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് മാധ്യമങ്ങളാണ്. അവർക്കാണ് എല്ലായിടത്തും എത്തിക്കാനും ഒക്കെ. നമ്മുടെ ഈ നാടും സുരക്ഷിതമല്ല എന്നുള്ള കാര്യം അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ സർക്കാരിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഒരു പ്രഷറൊക്കെ കൊടുക്കാൻ പറ്റുന്നതും മുഖ്യധാര മാധ്യമങ്ങൾക്ക്. അതിനകത്ത് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ആർക്കെതിരെ സംസാരിക്കാനോ അങ്ങനെയൊന്നും ഉള്ളതല്ല. പക്ഷെ നമ്മുടെ ആശങ്ക അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത് ഇങ്ങനെ ഒരു ഗ്രോട്ടോയ്ക്ക് നേരെ കല്ലെറിഞ്ഞു, അത് ചിലപ്പം ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ടാവാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ വളരെ വലിയൊരു വിപത്താണ്. പറ്റിയല്ല. അത് ഇറങ്ങിയാട്ടുകാർക്ക് നേരത്തെ തന്നെ മുൻകൈയെടുത്ത് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ അത് എല്ലാവരിലേക്ക് എത്തിക്കേണ്ടത് കാര്യം. അത് മുഖ്യധാര മാധ്യമങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ വിഷയമാണെന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി നിർത്തരുത്. കാരണം ഇത് നമുക്ക് ഏത് ആരാധനാലയങ്ങൾക്ക് നേരെ വേണമെങ്കിലും ഉണ്ടാകാം. ഇനി ആരാധനാലയങ്ങളല്ല, നമ്മുടെ നാട്ടിലുള്ള ഏത് ഭവനങ്ങൾക്ക് നേരെയും ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മദ്യലഹരിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അത് പോലീസിന്റെ ഒപ്പം തന്നെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാതെ തീർച്ചയായിട്ടും അതിനെതിരെ നടപടി എടുക്കാനായിട്ടുള്ള പ്രഷർ ചുമത്താൻ പറ്റും. അങ്ങനെയുള്ള മാധ്യമങ്ങളിൽ ഇതൊന്നും വരുന്നില്ല എന്നുള്ളതാണ് വളരെ വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഭാവിയിലുള്ള കുട്ടികളെയെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നന്നായിട്ട് ഇടപെടേണ്ടതാണ്. അതായത് 22-ാം തീയതി ഫെബ്രുവരി 22-ാം തീയതി നമ്മൾ സ്വാഭാവികമായിട്ട് ഇടവയെ കുറിച്ചൊക്കെ പഠിച്ചു വന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇത്രയും ഇവര് പറയുന്നതനുസരിച്ചാണെങ്കിലും ഒരു കുഴപ്പമില്ല. തന്നെയല്ല, ഇവിടെയുള്ള വിവിധ സമുദായങ്ങൾ നല്ല ഐക്യത്തിലാണ്. ഈ ഇപ്പം തകർത്തേക്കുന്ന ഗ്രോട്ടോയുടെ മുമ്പിൽ നമ്മൾ വൈകുന്നേരം കൊന്തയിക്കൊണ്ട് ഇറങ്ങുമ്പോൾ കാണാം, നമ്മുടെ ഈ ഇടവകപ്പെട്ട ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകൾ എന്നെക്കാളുമൊക്കെ ഉപരി ഇവിടുത്തെ ഹിന്ദുക്കളാണ് കൂടുതൽ വന്നത്. അങ്ങനെ ഒരു സമയത്താണ് ഇത് ഉണ്ടായത്. ഇപ്പം എൻ്റെ ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ലഹരി ഉപയോഗിച്ചിട്ട് ചെയ്ത അല്ല അന്യസംസ്ഥാന തൊഴിലാളികൾ എന്താണെങ്കിലും ചെയ്ത് ആയിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല. പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്കെല്ലാവർക്കും ഭയങ്കര ആശങ്കയത്. രണ്ടാമത്തെ കാര്യം എന്താണ് സാറേ, ഇത് ഈ ബാക്കിയുള്ള വലിയ ചാനലുകാരൊന്നും ഈ സംഭവം ഒന്ന് കവർ ചെയ്തിട്ടില്ല. ഇവിടെയുള്ള നമ്മുടെ ആളുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഈ വലിയ ചാനലുകാർ കവർ ചെയ്താൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് അവർ പേടിയായിരിക്കാം. അതുകൊണ്ട് ഇപ്പം അത്രമാത്രം ശക്തിയായിക്കൊണ്ടിരിക്കുകയല്ലേ അവർ ചെയ്ത്. ഈ ബംഗാളികൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശുകാർ മുഴുവൻ തന്നെയും അതാണ് നിശ്ചയിച്ചിട്ട് കാര്യമില്ല. അത് സത്യമാണ്. എന്ന് നമ്മുടെ അവിടെ പേട്ട തന്നെയുണ്ട്, എത്രയോ എണ്ണം എല്ലാം ഇതാണ്. അപ്പം ബംഗാളികൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശുകാരാണ്. അവർ സ്വാഭാവികമായി ഇതിനോടൊന്നും അനുഭവമുള്ളവരല്ലല്ലോ. ആ വൈരയും കുറിച്ച് ഇതാകാം, ഇല്ലെന്നില്ല. പക്ഷെ അവർ പിടിക്കുക എന്നുള്ള പ്രശ്നം. ഇവിടെ പട്ടി പോയെന്ന് പറഞ്ഞാൽ അവിടെ ബംഗാളിൻ്റെ അടുത്തോട്ടല്ല പട്ടി പോയത്. പക്ഷെ അവിടെ ഇനി ആ ഒറ്റയിടത്തേക്ക് കിട്ടത്തില്ല, ചെല്ലാൻ പോയി കാണും. അപ്പോൾ നേരെ ബംഗ്ലാദേശ് ചെന്നിട്ടുണ്ട്. അതാ പ്രശ്നം. ഇത് മറ്റു തന്നെ ഈ സംശയ പ്രശ്നം തന്നെ നമ്മളുണ്ട്. മനസ്സിൽ ഉദ്ദേശിച്ചത്